ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് പൈപ്പ് കംപ്ലൈൻ്റ് ആയാൽ അതെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു വേസ്റ്റ് പൈപ്പ് വാങ്ങി വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 200 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ ബാക്കിൽ ഇതുപോലുള്ള ഒരു 2 സ്ക്രൂ ഉണ്ടാവും. ആ ഒരു 2 സ്ക്രൂ ഇളക്കിയെടുത്തതിന് ശേഷം, പല വാഷിംഗ് മെഷീനും പല രീതിയിലായിരിക്കും സ്ക്രൂ ഉണ്ടാവുക. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു 4-5 ലോക്കുകളുണ്ടാവും. അത് ഇത്തരത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേസ്റ്റ് പൈപ്പ് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അവിടെ അത് ചെറിയൊരു ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കും. അപ്പോൾ അത് ഇതുപോലുള്ള പ്ലെയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത്തരത്തിലൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആക്സ ബ്ലേഡിന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആ ഒരു പുതിയ പൈപ്പ് ആ ഒരു കണക്ടറിലേക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രണ്ടാമത്തെ എൻഡിലേക്ക് ഒന്ന് കയറ്റി കൊടുത്ത് അതൊന്ന് സിമ്പിളായിട്ടൊന്ന് വലുതാക്കി എടുത്തതിന് ശേഷം ആ ഒരു ഡ്രൈൻ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗമ്മൊന്നും ഇട്ട് ഒട്ടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ആ പൈപ്പ് കറക്റ്റായിട്ട് പുറത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൊടുത്ത് സ്ക്രൂ കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും.